മഹാലക്ഷ്മി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. മഹാലക്ഷ്മിയുടെ മുഖത്ത് വെള്ളം തെളിച്ചത് മഹാലക്ഷ്മിക്ക് ബോധം വരികയാണ് കേട്ടോ. അയ്യോ ഞാനിത് എവിടെയാണ് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ആ ഗുണ്ടകൾ പറയണേ, ലക്ഷങ്ങൾ ഞങ്ങൾക്ക് കൊട്ടേഷൻ തന്നിട്ടാണ് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്. നിന്നെ കൊല്ലുക എന്നുള്ളത് മാത്രമാണ് ഞങ്ങൾക്ക് തന്നിരിക്കുന്നത്. അതുകൊണ്ട് നിന്നെ കൊല്ലാനാണ്. നിൻ്റെ അന്ത്യാഭിലാഷം കണക്ക് എന്താണ് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട്, ദയവ് ചെയ്ത് എന്നെ നിങ്ങൾ കൊല്ലരുത്. കാരണം ഇന്നത്തെ ദിവസം എനിക്ക് ഒരുപാട് പ്രധാനപ്പെട്ട ദിവസമാണ്. എൻ്റെ ഭർത്താവിൻ്റെ പിറന്നാളാണ്. അദ്ദേഹത്തിന് ഞാൻ എന്തായാലും എന്നെ നിങ്ങൾ കൊല്ലുകയാണെങ്കിൽ കൊന്നോളൂ. അതായത് നിങ്ങൾക്ക് ഇതിലേറെ പൈസ വേണമെങ്കിൽ ഞാൻ തരാം. ഞാൻ കമലേശ്വരം ഗ്രൂപ്പിൻ്റെ MD ആണ്. പോരാത്തതിന് കംപ്ലീറ്റ് സ്വത്തുക്കളും എൻ്റെ പേരിലാണ്, ഞങ്ങൾ തരാമെന്നിങ്ങനെ പറയുമ്പോൾ ആ ഗുണ്ടകൾ ചോദിക്കുകയാണ്, നിൻ്റെ അന്ത്യാഭിലാഷം ഒരിക്കലും നടക്കില്ല. നീ എന്തിനാ നിൻ്റെ ഒരു ഇടുപ്പിന് ശേഷിയില്ലാത്ത ഭർത്താവിൻ്റെ കഴിവുകെട്ട ഒരു ഭർത്താവിൻ്റെ കൂടെ നീ ഇരിക്കണം? നിനക്കൊരു ദാമ്പത്യം തരാനും കൂടി കഴിയില്ല. ഏതായാലും ശരി, നിൻ്റെ ആഗ്രഹം നടക്കണില്ല എന്ന് പറഞ്ഞതിന് ശേഷം അവർ മഹാലക്ഷ്മിയുടെ നേരെ തോക്ക് ചൂണ്ടുകയാണ് കേട്ടോ. നെറ്റിയിലിങ്ങനെ വെക്കുകയാണ്. എന്തായാലും നിന്നെ ഞങ്ങൾ കൊല്ലാൻ തീരുമാനിച്ചിരിക്കുകയാണ് എന്നിങ്ങനെ പറയുകയാണ്. അതേസമയം മഹാലക്ഷ്മി ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ ഒരു വടി വന്നിട്ട് വീഴുകയാണ് ആ തോക്കിന് മേലെ. തോക്ക് അങ്ങനെ തെറിച്ച് പോകുകയായിരിക്കും കേട്ടോ. അതേസമയം നമ്മുടെ മാർക്കോയെ കണ്ടത് മഹാലക്ഷ്മിക്ക് ഭയങ്കര സന്തോഷമാകും. കാരണം മാർക്കോ പല ആപത്ഘട്ടങ്ങളും തന്നെയും കണ്ണേട്ടനെയും രക്ഷിച്ചിട്ടുണ്ട്. ഇനി തൻ്റെ ജീവൻ എന്തായാലും അപകടത്തിൽപ്പെടില്ല എന്ന് മഹാലക്ഷ്മി തിരിച്ചറിയണം കേട്ടോ. അതേസമയം മാർക്കോ ആ ഗുണ്ടകളെ നല്ല പോലെ അടിച്ച് പനാവാക്കുകയാണ് കേട്ടോ. അതിനുശേഷം ആ ഗുണ്ടകളോട് ചോദിക്കുക, നിങ്ങൾ ആരാ നിങ്ങളെ പറഞ്ഞയച്ച് ചോദിക്കുമ്പോൾ ആ ഗുണ്ടകൾ പറയില്ല കേട്ടോ. പിന്നീട് ഗുണ്ടകളോട് മഹാലക്ഷ്മിയോട് മാപ്പ് പറയിപ്പിക്കുകയാണ്. അവരെല്ലാവരും മാപ്പ് പറയുകയാണ് കേട്ടോ. ഇനി മേലിൽ ഇങ്ങനെ ഒന്നും ചെയ്യില്ല എന്ന് മാപ്പ് പറയുകയാണ്. പിന്നീടും മാർക്കോ അടിക്കുകയാണ് കേട്ടോ. ആരാ പറഞ്ഞയച്ചത് ചോദിക്കുമ്പോൾ പ്രതാപനാണ് പറഞ്ഞയച്ച് ഞങ്ങൾക്ക് കൊട്ടേഷൻ തന്നത് എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അതിനുശേഷം എന്തായാലും മാർക്കോ പറയും, നിങ്ങൾ അതിലൊരാളോട് പറയും മഹാലക്ഷ്മിയെ കണ്ണേട്ടൻ്റെ വൈദ്യരുടെ അവിടെ എത്തിക്കണം, ആശുപത്രിയിൽ എത്തിച്ചിരിക്കണം എന്നിങ്ങനെ പറയും. എന്താ നിനക്ക് സമ്മതമല്ലേ? ഓ സമ്മതമാണ് എന്ന് പറയണം കേട്ടോ. അതിനുശേഷം എനിക്ക് കുറച്ച് ജോലികളുണ്ട്, ഞാൻ ആ ജോലികളും കൂടി തീർത്തിട്ട് വരാം എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം മഹാലക്ഷ്മി ആ ഗുണ്ടയും കൂടി കൊണ്ടാക്കണം കേട്ടോ. മഹാലക്ഷ്മിയെ കണ്ടതും ഡോക്ടർ ഇങ്ങനെ ചോദിക്കുകയാണ്, എവിടെ പോയതാണ്, നടക്കാൻ പോയതാണോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ മഹാലക്ഷ്മി അങ്ങനെ കരയുകയാണ് കേട്ടോ. അതേസമയം മഹാലക്ഷ്മി ഇങ്ങനെ കണ്ണൻ്റെ അടുത്തേക്ക് നോക്കുമ്പോൾ കണ്ണെങ്ങനെ നടന്ന് വരികയാണ് കേട്ടോ. മഹാലക്ഷ്മിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല, അത്രയും സന്തോഷം കൊണ്ട്. കാരണം മഹാലക്ഷ്മി കാണാൻ ആഗ്രഹിച്ചതാണ് കാണുന്നത്. അങ്ങനെ മഹാലക്ഷ്മിയെ കണ്ടതും കണ്ണ മഹി എന്ന് പറഞ്ഞിട്ട് ഓടി പെട്ടെന്ന് നടന്ന് വന്നിട്ട് കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ. നമ്മൾ ആഗ്രഹിച്ചതാണ് മഹാലക്ഷ്മി ഈ സംഭവിച്ചിരിക്കുന്നത് എന്നിങ്ങനെ പറയണം. മഹാലക്ഷ്മിക്ക് സന്തോഷം കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല, കരയാണ് മഹാലക്ഷ്മി കേട്ടോ. ആ ഗുണ്ടകളെ പിടിച്ചിട്ട് പോയ കാര്യം ഒന്നുമില്ല. അതേസമയം ഡോക്ടർ തോമസ് വൈദ്യർ പറയുന്നുണ്ട്, മഹാലക്ഷ്മി തൻ്റെ ഒറ്റ പ്രാർത്ഥന അത് മാത്രമാണ് ദൈവം കേട്ടിരിക്കുന്നത്. നമ്മൾ ആഗ്രഹിച്ച പോലെ ഇന്ന് അവൻ്റെ പിറന്നാളാണ്, കുറച്ച് മണിക്കൂർ കൂടിയേ ഉള്ളൂ. ആഗ്രഹിച്ച പോലെ തന്നെ മഹാലക്ഷ്മി കാണണമെന്നായിരുന്നു, അത് സാധിച്ചു എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം ആ അമ്മ കണ്ണനും മഹിക്കും വേണ്ടി പ്രാർത്ഥിക്കണ ആ അമ്മ മാർക്കോയോട് പറയണം, മാർക്കോ ശബരിമലയ്ക്ക് കണ്ണൻ പോകുന്നുണ്ട്, നീ മാലയിട്ടിട്ടുണ്ട്, നീ എന്തായാലും അവൻ്റെ കൂടെ തന്നെ കാണണം, അവനൊരു പോറൽ പോലും ഏൽപ്പിക്കരുത്, ശത്രുക്കൾ പിന്നിൽ ഉണ്ട്, അതുകൊണ്ട് നീ ശ്രദ്ധിച്ച് വേണം കാര്യങ്ങൾ ചെയ്യാൻ എന്നിങ്ങനെ പറയണം കേട്ടോ. ആ അമ്മയോട് മാർക്കോ അത് ഞാൻ ഏറ്റു എന്നിങ്ങനെ പറയണം കേട്ടോ. പിന്നീട് കണ്ണനും മഹിയും സന്തോഷം കൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ അവരിങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുകയും അതേപോലെ തന്നെ എന്തൊക്കെ ചെയ്താലും മഹിനോട് കണ്ണന് തീരാത്ത നന്ദി കടപ്പാടുമാണ്. കാരണം ആ ഒരു 12 വയസ്സിന് ശേഷം ഇങ്ങനെ ഈ നിമിഷം ഇവിടെ എത്തണമെന്നുണ്ടെങ്കിൽ അത് മഹിയുടെ മാത്രം കാരണം കൊണ്ടാണ് എന്ന് കണ്ണൻ തിരിച്ചറിയണം കേട്ടോ. വീണ്ടും അവർ കെട്ടിപ്പിടിച്ചിങ്ങനെ നിൽക്കും.